ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വോയിസ് കൊടുക്കൽ അധികം ചെയ്തിട്ടില്ല. എൻ്റെ ചില വീഡിയോസിൽ മാത്രമേ വോയിസ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മളിന്ന് കാണിക്കുന്ന ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ബീഫ് ഡ്രൈ ആക്കി എടുക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ സോയി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി നടക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഓടി നടക്കുകയാണ് അവൾ. അല്ലാത്തപ്പോൾ ഇതാ ഞങ്ങളുടെ കൂടെ നിന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് തിരിയാണ്. മോള് മാഗി ഉണ്ടാക്കുന്നുണ്ട്. ക്യാബേജ് തോരൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതാവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബീഫും കൂടെ ശരിയാക്കുകയാണ്. അപ്പം നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇതെല്ലാം കൂടി നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്ത് ആവശ്യത്തിന് വേവിച്ചെടുക്കുകയാണ്. പാകത്തിനുള്ള വേവിൽ നമ്മൾ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, ഒന്ന് ചൂടാറുന്ന വരെ. അതിലേക്ക് നമുക്കിനി ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെറിയൊരു മസാല വേണം. അതിന് വേണ്ടി പച്ചമുളക്, ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നല്ല പോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ മോൻ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂടെ പോയിട്ടുള്ള വരവാണ് സോയിയുടെ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. നമ്മുടെ അന്നക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ സോയിയെ ഇട്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവളധികം സോയിയുള്ള സ്ഥലത്തേക്ക് വരൽ കുറവാണ്. നമ്മുടെ ക്യാബേജ് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ടു. മോളുടെ മാഗിയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നല്ലപോലെ അരഞ്ഞിട്ടില്ല. നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കണമെങ്കിൽ ആക്കാം, ഇല്ലെങ്കിൽ പാകത്തിന് അരച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് അത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സെർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നൂല് പോലെ അങ്ങനെ എടുക്കുന്നതുകൊണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ളൊരു ചെറിയൊരു മസാല റെഡിയാക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് ഗരം മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുത്ത ഇറച്ചിയുടെ കുറച്ച് ചാറും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും മതി. ഒരു അരമണിക്കൂറെങ്കിലും മസാലയൊന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് എണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നല്ലപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ നേരം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ ചൂടാറിയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം പുറത്ത് വെച്ച് ഈ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാനത് പുറത്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല കറുത്ത കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഗ്രേവി ഉണ്ടാവില്ല. ഗ്രേവി ചെറിയ അങ്ങനെ പൊടി ഗ്രേവിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇടുന്നല്ലാതെ വേറെ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവിയൊന്നും ഇതിൽ കിട്ടില്ല. അങ്ങനെയാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അധികം ഈ ഒരു ടൈപ്പിൽ ചെയ്യാറില്ല. റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പതിവ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, ഒരു 3-4 പച്ചമുളകൊക്കെ നമുക്കൊന്ന് നടുകീറി ആ എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാനത് ചെയ്തില്ല. ഞാൻ ജസ്റ്റ്